ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഒക്ടോബർ 3 മുതൽ 13 വരെയാണ് ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ. നമസ്കാരം. ഇത്തവണ നമുക്ക് നവരാത്രി ആഘോഷങ്ങൾ 10 ദിവസങ്ങളിലായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പ്രശസ്തരായ നവ്യ നായർ, രചന നാരായണൻകുട്ടി, വിധു പ്രതാപ്, കണ്ണൻജിനാഥ്, ഗംഗ, വയലിൻ പ്രാവീണ്യം നേടിയ ഇപ്പോഴത്തെ നമ്മുടെ കൊച്ചുമുടിക്ക് ഗംഗയുടെ പരിപാടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണാനെത്തുക, നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. കൂടാതെ നമുക്ക് കുരുന്നുകൾക്കായിട്ട് ആദ്യാക്ഷരം കുറിക്കുന്ന നമ്മുടെ ഇത്തവണത്തെ കുരുന്നുകൾക്കായിട്ട് വിദ്യാരംഭത്തിന് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓൺലൈൻ വഴി 7-ാം തീയതി വരെ ബുക്ക് ചെയ്യാവുന്നതാണ്. ആ ബുക്കിങ്ങോട് കൂടി വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്ന ഓൺലൈനിൽ സെപ്പറേറ്റ് ക്യൂ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നേരിട്ട് അന്നത്തെ ദിവസം റെസീറ്റ് എടുക്കാനുള്ള ഒരു ക്യൂ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു സൗകര്യം മാക്സിമം എല്ലാവർക്കും വിനിയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുക. ഒക്ടോബർ 3-ാം തീയതി വൈകുന്നേരം 5:30 ശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദരണീയനായ ഡോക്ടർ സുദർശൻ സാറിൻ്റെ അധ്യക്ഷതയിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാജി കൈലാസാണ് നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒരു വിശിഷ്ട അതിഥി കൂടി നമുക്കുണ്ട്. ഭാരതത്തിൻ്റെ അഭിമാനം, നമ്മുടെ ഒളിമ്പ്യൻ പത്മശ്രീ ശ്രീജേഷ്, മുൻ ഹോക്കി ക്യാപ്റ്റൻ. അദ്ദേഹം വിശിഷ്ട അതിഥിയായി എത്തുമ്പോൾ തന്നെ വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് ഈ വർഷത്തെ നവരാത്രി മഹോത്സവം. അതുപോലെ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. പിന്നെ ഈ സമ്മേളനത്തിൽ നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരായ MP മുരളീധരൻ സർ അവർ, പ്രേംരാജ് ചുണ്ടാലത്ത് അവർ, അതുപോലെ ഒരു പ്രൗഢഗംഭീരമായ ഒരു ഉദ്ഘാടന ചടങ്ങായിരിക്കും ഒക്ടോബർ 3-ാം തീയതി വൈകുന്നേരം 5:30 ശേഷം നടക്കാൻ പോകുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം തന്നെ ചോറ്റാനിക്കരയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വർഷം ഒക്ടോബർ 10-ാം തീയതി വൈകുന്നേരമാണ് പൂജവയ്പ്. ഒരു ദിവസം വൈകിയാണ് പൂജവയ്പ്. കാരണം സാധാരണ ദുർഗാഷ്ടമി ദിനത്തിലാണ് പൂജ വയ്ക്കാറ്. ഇത് ഒരു ദിവസം മുന്നെയാണ്. അതായത് 10-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ശേഷം പൂജ വെച്ച് പിന്നീട് ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിവസം രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഏകദേശം 8:30 പൂജയെടുത്താണ് വിദ്യാരംഭം കുറിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. നവരാത്രി മഹോത്സവത്തെക്കുറിച്ച് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളിൽ കുറച്ച് പേർ ഇവിടെയുണ്ട്. പ്രസിഡന്റ് വേണുഗോപാൽ, അതുപോലെ വൈസ് പ്രസിഡന്റ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് അക്ഷരാർത്ഥത്തിൽ നവരാത്രി മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു അല്ലേ? ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന് വളരെ ഭംഗിയായിട്ട് തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും ചോറ്റാനിക്കര ദേവസ്വത്തിൻ്റെയും അതോടൊപ്പം തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയുടെയും എല്ലാം ഒത്തൊരുമയോടുകൂടി ഈ വർഷത്തെ നവരാത്രി മഹോത്സവം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുവാനുള്ള പൂർണ്ണ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു. നൃത്തനാട്യ സംഗീത വിസ്മയങ്ങളുടെ അനന്തസാഗരത്തിൽ ആറാടുവാൻ ചോറ്റാനിക്കര അമ്മയുടെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒക്ടോബർ 3 മുതൽ 13 വരെ ചോറ്റാനിക്കര ദേവീക്ഷേത്രം നവരാത്രി മഹോത്സവം 2024.